കെയിൽ വെടിവെപ്പ് നിലച്ചിട്ടില്ല. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണവും തുടരുകയാണ്. കെയിലെ ജനങ്ങൾ തങ്ങളുടെ മരിച്ചവരെ സ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്കരിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഭരണസഖ്യത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ വോട്ടുകൾക്കായി പരസ്പരം പോരടിക്കുകയാണ്. അതും കെയിലെ സീറ്റുകൾക്ക് വേണ്ടി. ഇസ്ലാമാബാദിലെ ഭരണസഖ്യത്തിലെ പ്രധാന കക്ഷികളായ ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, നവാസ് എന്നിവർ കടുത്ത ഒരു പോരാട്ടമാണ് അവിടെ നടത്തുന്നത്. കെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്രിമം, ആക്രമണം, ജനവിധി അട്ടിമറിക്കൽ എന്നിവ ആരോപിച്ചുകൊണ്ട് ഇരുപക്ഷവും പരസ്പരം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനിടെ ഉണ്ടായ മാരകമായ സംഘർഷങ്ങളിൽ 90-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ കാശ്മീരിന് മേലുള്ള പാകിസ്ഥാന്റെ രാഷ്ട്രീയ ആധിപത്യത്തിനും സാമ്പത്തിക അടിച്ചമർത്തലിനുമെതിരെ നിരോധിക്കപ്പെട്ട ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നയിക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ സുരക്ഷാ സേന കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇന്റർനെറ്റ് സേവനങ്ങൾ തടയുകയും മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കെയിലെ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പാകിസ്ഥാൻ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുവെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. കേന്ദ്ര ഭരണകൂടത്തിൽ സഖ്യകക്ഷികളാണെങ്കിലും കെയിൽ ഇവർ കടുത്ത എതിരാളികളാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളിൽ PML ഭൂരിപക്ഷം സീറ്റുകൾ നേടിയതിന് പിന്നാലെ ജനവിധി മോഷ്ടിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഭൂട്ടോ സർദാരി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനുമെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. PMLN-നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ ഉണ്ടായ പാർട്ടി എന്ന് പരിഹസിക്കാനും അദ്ദേഹം മുതിർന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശത്ത് PPP ആയിരുന്നു ഭരണത്തിൽ ഉണ്ടായിരുന്നത്. അതായത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, അതോടൊപ്പം തന്നെ PML എന്നിവർ തമ്മിൽ ഒരു വാക്പോരിനോട് പ്രതികരിച്ചുകൊണ്ട് മുൻ പാകിസ്ഥാൻ നയതന്ത്രജ്ഞനും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ മലീഹ ലോധി അതിനെ ഒരു കാഴ്ച എന്ന് പരിഹാസ രൂപേണയാണ് വിശേഷിപ്പിച്ചത്. ജമ്മു കാശ്മീരിലെ തങ്ങളുടെ അനധികൃത അധിനിവേശത്തെ സാധൂകരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമമായാണ് ഈ തെരഞ്ഞെടുപ്പുകളെ ഇന്ത്യ തള്ളിക്കളഞ്ഞത്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്ര പ്രദേശങ്ങൾ മുഴുവനായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, ആ മേഖലയിലെ പാകിസ്ഥാന്റെ സാമ്പത്തിക ചൂഷണം, ജനാധിപത്യ അവകാശ നിഷേധം, ഭരണപരമായ അടിച്ചമർത്തൽ എന്നിവയാണ് പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കൽ, അറസ്റ്റുകൾ, വൻതോതിലുള്ള സൈനിക വിന്യാസം, മാർഗമായ അശാന്തി എന്നിവയ്ക്ക് ഇടയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കെയിൽ നിന്നുള്ള വിമർശനാത്മകമായ റിപ്പോർട്ടിങ്ങുകളാണ് ഇതിന് കാരണമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നതെന്നും അതിന്റെ നടപടിയുടെ ഭാഗമായി ഖത്തർ ആസ്ഥാനമായുള്ള വാർത്താ ചാനലായ അൽ ജസീറയെ പാകിസ്ഥാൻ തിങ്കളാഴ്ച തടഞ്ഞിരുന്നു. AJK തെരഞ്ഞെടുപ്പ് കാരണം PMLN, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നിവയിൽ ഒരു ഭിന്നത ഉടലെടുത്തിട്ടുണ്ട്. വരാനിരിക്കുന്ന എന്തോ ഒന്നിന്റെ സൂചനയാണ് നൽകുന്നതെന്ന് പാകിസ്ഥാൻ ഫ്രോണ്ടിയർ കോർപ്സിലെ മുൻ ഉദ്യോഗസ്ഥനായ അബ്ദുൾ മജീദ് ഖാൻ മാർവത്ത് പറയുകയാണ്. സൈനിക പിന്തുണയോടെയുള്ള പാർലമെന്റിന്റെ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുറത്താക്കാൻ ദീർഘകാല എതിരാളികളായ PMAN, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും 2022 അസാധാരണമായ സാഹചര്യത്തിൽ ഒന്നിച്ചു ചേർന്നു. പ്രത്യയശാസ്ത്രപരമായ യോജിപ്പിനേക്കാൾ ഉപരി ഭരണകൂട സംവിധാനത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ട ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ കൈകോർത്തത്. അതിനുശേഷം അധികാരം പൂർണ്ണമായും തന്നിലേക്ക് കേന്ദ്രീകരിച്ച അസീം മുനീറിന്റെ ഹൈബ്രിഡ് ഭരണകൂടത്തിലെ സിവിലിയൻ ഭാഗത്തെ ഇരു കക്ഷികളും നിലനിർത്തി പോരുകയാണ്.